ഷഹീദ് എന്ന് പറഞ്ഞാൽ അത് വലിയ പദവിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന പദം ദുരുപയോഗം ചെയ്യുന്നത് പോലെയാണ് ഇന്ന് ഷഹീദ് എന്ന പദം ദുരുപയോഗം ചെയ്യുന്നത്. ഷഹീദ് എന്ന് പറഞ്ഞാൽ കുടുംബ വഴക്കിൽ മരിച്ചാലോ, രാഷ്ട്രീയ വഴക്കിൽ മരിച്ചാലോ, രണ്ടാൾ തമ്മിൽ അടികൂടി മരിച്ചാലോ, കൊട്ടേഷൻ വർക്കിൽ മരിച്ചാലോ അവർക്കൊക്കെ പ്രയോഗിക്കാനുള്ള പ്രയോഗമല്ല. പ്രയോഗം ഷഹീദ് എന്നത് ഉന്നതമായ പ്രയോഗമാണ്. ഷഹാദത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെ വളരെ നിസ്സാരമായി പലരും ഉപയോഗിക്കുന്ന കാലമാണ്. എല്ലാത്തിനും കൂടെ ചേർത്ത് കൊടുക്കുന്ന കാലമാണ്. അങ്ങനെയല്ല. നമ്മുടെ മഹാന്മാരായ ശുഹദാ, അവരുടെ പോരാട്ടത്തിന് ഒരൊറ്റ ലക്ഷ്യം, വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ. അവരുടെ മനസ്സിൽ ഒരൊറ്റ ആശയം, ആ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉയിർപ്പാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയായിരുന്നു ആ പോരാട്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടിയുള്ള പോരാട്ടം. മുസ്തഫ നബി തങ്ങളുടെ കൂടെ പൊരുതി വീണ മഹാരഥന്മാരായ സ്വഹാബത്ത്. അങ്ങനെ നമ്മൾ ലളിതവൽക്കരിക്കുമ്പോൾ പല പദവികളും നമ്മുടെ ഇടയിൽ നിന്ന് അതിന്റെ മഹത്വം കുറഞ്ഞു പോകുന്ന ഒരു കാലത്താണ്. അവരുടെ ത്യാഗത്തെക്കുറിച്ച്, അവരുടെ ഈമാനിനെ കുറിച്ച്